ഹായ് ഗായ്സ്, ഐ ആം മാനസി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലോട്ട് പോകാം. ആദ്യം തന്നെ രാവിലെ എണീറ്റ് കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. അമ്പലത്തിൽ പോയി. ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. പ്രസാദവും കൈനീട്ടമൊക്കെ മേടിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ നേരെ പോകുന്ന അമ്മ വീട്ടിലോട്ടാണ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആഴ്ചയ്ക്ക് പോകുന്ന ഒരു സ്ഥലമായിരുന്നു അമ്മ വീട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അമ്മ വീട്. ഭയങ്കര പോസിറ്റീവ് വൈബാണ്. അങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അമ്മ വീട്ടിൽ പോവാണ്, കൈനീട്ടം കിട്ടും, വിഷുവാണ്, ഇത് കഴിച്ച് ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അമ്മ വീടൊക്കെ കാണാം. ഇതാണ് എൻ്റെ അമ്മൂമ്മ. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും എല്ലാവരും എത്തിയായിരുന്നു. ചേട്ടനും വല്യമ്മയും വല്യച്ഛനും കസിൻസും എല്ലാവരും അമ്മ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ കൈനീട്ടൊക്കെ മേടിച്ച് സാധാരണത്തെ പോലെ ഞങ്ങൾ എല്ലാ കസിൻസും കൂടെ പറമ്പിലോട്ട് പോവാണ്. ഞങ്ങളുടെ അമ്മൂമ്മ നട്ട് നനച്ച് വളർത്തുന്ന പൂക്കളും ചെടികളൊക്കെയാണ്. ഇതിൽ തൊടാൻ പുള്ളിക്കാരി സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ പറമ്പിൽ കൂടെ പോകാൻ. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താണ്ടേ അച്ഛൻ പശുവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. പശുവിന് വെള്ളം കൊടുക്കുകയാണ് അച്ഛൻ പശുവിന് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ തൊഴുത്തി കെട്ടി. പിന്നെയും ഞങ്ങൾ പറമ്പിലോട്ടും തോട്ടിലോട്ടൊക്കെ ഇറങ്ങാൻ പോകണം. എവിടെയും വെള്ളമില്ലെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാണ്ടെ കിണറ്റി നോക്കിയപ്പോഴാണ് മനസ്സിലായത് വേനലിൻ്റെ കാര്യം കൊണ്ട് വെള്ളം തീരെയില്ല. വെള്ളം മിക്കവാറും പെട്ടെന്ന് തന്നെ വറ്റിപ്പോകും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ റൂമിൽ കയറി. ചൂട് സഹിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് ലൂസ് ടോക്സിനിരുന്നു. നല്ല രസമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അത് കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് ഞങ്ങൾ കസിൻസും അമ്മൂമ്മയും കൂടെ ഒന്നിച്ചാണ് ഫുഡ് കഴിച്ചത്. അമ്മൂമ്മയ്ക്ക് ഈ ക്യാമറയുടെ മുന്നിൽ വരാൻ തീരെ ഇഷ്ടമല്ല. ഞാൻ തന്നെ കഷ്ടപ്പെട്ട് അറിയാതെയാണ് ആ ഉമ്മ തരുന്ന വീഡിയോ ഒക്കെ എടുത്ത് വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. അമ്മൂമ്മ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ കാലമായി. കുറേ നാളിന് ശേഷമാണ് അമ്മൂമ്മ ഉണ്ടാക്കി ടേസ്റ്റുള്ള ഫുഡല്ല ഞങ്ങൾ കഴിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ പിന്നെയും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും ലൂസ് ടോക്സിനിരുന്നു. ഇനിയും കുറേ നേരം സംസാരിച്ച് വെറുതെ. ആ സംസാരമെല്ലാം കഴിഞ്ഞ് അതേപോലെ ആ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ദാണ്ടേ ഞങ്ങൾ കുറച്ച് കാര്യമായ ചർച്ചയിലോട്ട് കയറി. അമ്മയും അമ്മൂമ്മയും വലിയച്ഛനും അങ്കിളും അച്ചച്ചനും എല്ലാവരും ഇരുന്നിട്ടുള്ള ചർച്ചയായിരുന്നു. ഇനി പല തരത്തിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ആരോഗ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കശിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, എല്ലാത്തിനെയും കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം അന്തം വിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. കുറേ ചിരിയും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സമയമായി. അമ്മൂമ്മ എനിക്ക് ഉമ്മയൊക്കെ തന്നിട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. ഇനി എന്ന് വരുമെന്ന് അറിയാൻ പാടില്ല. ഈ ഹോസ്റ്റലിൽ നിന്ന് എപ്പോഴെങ്കിലും ലീവ് കിട്ടുമ്പോൾ വേണം തിരിച്ച് അമ്മൂമ്മയുടെ അടുത്ത് പോകാൻ. എന്താണ്ട് ശ്രീകുട്ടി അവിടെ നിൽപ്പുണ്ട്, അച്ഛനും അവിടെ നിൽപ്പുണ്ട്, എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരോടും ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്ന് ഇതാണ്ടേ പോവാണ്. അത് കഴിഞ്ഞ് ഇതാണ്ടേ ഞാൻ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 2 പുസ്തകം അടിച്ച് മാറ്റി ഗൈസ്. ഇത് വായിക്കണം. എനിക്ക് ഈ ബുക്ക് വായിക്കുന്നത് ഭയങ്കര ഹോബിയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷം. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്